വർമ്മ സാറേ. എന്താ രാജു? എന്താ ഒന്നും മിണ്ടാത്ത? കാര്യം പറ രാജു. എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എന്താ സർ? നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല സർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും. ശരി, നീ പോയിട്ടോ. തന്നെ വിളിച്ചില്ലെങ്കിലേ അതിന്റെ ചൂടങ്ങ് പോവും. അംബികമ്മയുടെ ആണല്ലോ, എന്തോ ഒരു സീരിയസ് ന്യൂസ് ഉണ്ട്. മാഡം. രമ്യേ, നീ നിന്റെ കാമുകൻ ഈ രാജുവിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എന്താ മാഡം, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ രമ്യ, ഇവിടെ വീണ്ടും കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുക. കല്യാണാലോചനയോ? ആ, രാജുവിന്റെയും ഋതികയുടെയും കല്യാണം ഉടനെ നടന്നേക്കും. നീയേ ഇങ്ങനെ തേരാ പാര നടന്നോ, കാട്ടിലും പാടാവരമ്പത്തൊക്കെ ആയിട്ട്. കല്യാണം ഉടനെ നടക്കുമെന്നോ? ആ, കല്യാണം നടക്കും. പിറ്റേ ദിവസം അവര് കുളു മണാലിയിലേക്കോ സിംഗപ്പൂരിലേക്കൊക്കെ ഹണിമൂണിന് പോകും. ആ, നീയേ മാറി നിന്ന് വല്ല ശോകഗാനവും പാടിക്കും. അങ്ങനെയൊന്നും നടക്കില്ല. ഞാനേ അവളെ തട്ടിക്കളയും. എന്തായാലും ഇവിടെ കല്യാണം തീരുമാനിച്ചു. രാജു ഋതികയെ കല്യാണം കഴിക്കുന്നതില് ഇപ്പൊ പ്രതാപന് എതിർപ്പൊന്നുമില്ല. വർമ്മ സാറിന് എതിർപ്പൊന്നുമില്ലേ? ഒരു എതിർപ്പുമില്ല. എല്ലാരും കൂടി സംയുക്തമായി ആലോചിച്ചിട്ടാ കല്യാണം നടത്താൻ പോകുന്നേ. നീയേ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാൻ നോക്കിക്കോ. ഇല്ലെങ്കിലേ രാജു നിന്റെ കൈ വിട്ടു പോവും. ആ, വഴിയേ ഞാൻ പറഞ്ഞുതരാം. ശരി മാഡം. ആ, വയ്ക്കട്ടെ. അമ്മയെ കൊണ്ട് അംബിക മാഡം പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കണം. ആ, പറയും മാഡം. രാജു, എന്താ എന്നോട് പറയാതെ പോയത്? മാഡം, എനിക്ക് പെട്ടെന്നൊരു പനി. പനിയോ? രാജു, ഉടനെ ഒരു ഡോക്ടറിനെ കാണണം, മെഡിസിനും കഴിക്കണം. ശരി മാഡം, ഞാൻ പോ. മാഡം, ഞാൻ ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ, പിന്നെ വിളിക്കാം. ശരി രാജു. എന്താ രമ്യേ? സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? അവളെ കല്യാണം കഴിക്കാൻ പോവുക അല്ലേ? ആര്? ആ ഋതികയെ. ഇതൊക്കെ ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചതിന് സത്യം മാത്രം പറഞ്ഞാ മതി. രാജു എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാ തരേണ്ടേ? എനിക്കിതിന് മറുപടി കിട്ടിയേ പറ്റൂ. രാജു അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു ആ വീട്ടിൽ നിന്ന് തന്നെയാ ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് സത്യമായിരിക്കുമല്ലോ. സ്പൈ വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, നടക്കട്ടെ. എന്താ ഇത് രമ്യ? വഴിന്ന് മാറിക്കേ. മാറില്ല. കല്യാണം കഴിക്കാന്ന് ഉറപ്പിച്ചോ? അതാ എനിക്ക് അറിയണ്ടേ. നിനക്ക് ഭ്രാന്താ. മാറ.
രമ്യേ, ഞാൻ എല്ലാം കേട്ടു. നീ ഇപ്പൊ വല്ലാത്തൊരു അപകടത്തില്ല. മണ്ണും ചാരി നിന്ന ഒരു മണ്ണുണ്ണിയ ആ പെണ്ണു കൊണ്ടുപോവും. മന്ത്രിയുടെ മോളെ. എന്ത് ചെയ്യും മുണ്ടയ്ക്കലമ്മേ? ബാക്കി കൂടെ അങ്ങോട്ട് കേക്ക്. മന്ത്രിയുടെ മോളെ ആ രാജു കെട്ടിയ. രാജുവിനെ പിന്നെ മഷിയിട്ട് നോക്കിയാ കാണത്തില്ല. രാജുവിനെ പിന്നെ അവരങ്ങ് കൊണ്ടുപോകും. ഷോ, അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നേ. രാജു അവരുടെ കൂടെ ആയാലേ ഈ വീട്ടിലുള്ളവർ ഇവിടെ തന്നെ കിടക്കും. ആ, ഒരു 10 രൂപയുടെ പ്രയോജനം ആർക്കും ഉണ്ടാവില്ല. മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് കിടക്കാനും ആർക്കും പറ്റില്ല. അത് ശരിയാ നീ പറഞ്ഞത്. പക്ഷെ ഞാൻ രാജുവിനെ കല്യാണം കഴിച്ച എനിക്കുള്ളതല്ല നിങ്ങൾക്കും കൂടെ ഉള്ളതാ. നിങ്ങൾക്കും അത് അനുഭവിക്കാം. അല്ല, നീ പറഞ്ഞു വരുന്നത്? എന്റെ കല്യാണം നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. വേലയത്താശാനായ വേലിപ്പുറത്ത് വേലായുധന്റെ ഭാര്യയായ ഈ മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി നിന്റെ കല്യാണം നടത്തി തരാൻ കൂട്ടുനിന്നാൽ നീ എനിക്കെന്തോ തരും. എന്ത് തരണം? എന്ത് തരും?